നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ സൈക്കോളജിക്കൽ ഫാക്ട്സിനെ കുറിച്ചൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അല്ലേ. അതിൽ ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്തു എന്നൊക്കെ കുറേ പേര് പറഞ്ഞു. കാരണം നമുക്ക് അറിയുന്ന കാര്യങ്ങളും അറിയാത്ത കാര്യങ്ങളൊക്കെ ഒത്തിരി ഉണ്ടല്ലോ. എനിവേ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് തന്നെ നമുക്ക് വേറെ കുറച്ച് സൈക്കോളജിക്കൽ ഫാക്ട്സും കൂടെ നോക്കാം കേട്ടോ. വെൽക്കം ടു ജസ്റ്റ് ടോക്ക്. ഒന്നാമത്തെ ഒരു സൈക്കോളജിക്കൽ ഫാക്ട് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചിരി എന്ന് പറയുന്നത് നമ്മുടെ ആയുസ്സുമായിട്ട് നല്ലോണം കണക്ഷൻ ഉണ്ട് അല്ലെ, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ നമ്മൾ നല്ലോണം ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ രോഗപ്രതിരോധ ശേഷി നല്ലോണം കൂടുന്നാട്ടോ പറയുന്നത്. അതുപോലെ തന്നെ നമുക്കൊരു 7 വർഷത്തോളം കൂടുതൽ ആയുസ് നീട്ടിക്കിട്ടുന്നു പറയുന്നത്. വേറൊരു കാര്യമാണ് നമ്മൾ സന്തോഷമുള്ളവരായിരിക്കും അല്ലേ. അപ്പോൾ സന്തോഷമുള്ള ഒരാൾ ഒരു ദിവസം 50-ൽ കൂടുതൽ തവണ ചിരിക്കുന്നതാണ് കേട്ടോ പറയുന്നത്. കണക്ഷൻ ഉണ്ടോ, റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. നമ്മളെല്ലാവരും കരയുന്നവരാണ് അല്ലേ. സങ്കടം വന്നാലും നമ്മൾ കരയും, സന്തോഷം വന്നാലും നമ്മൾ കരയുന്നവരാണ്. പക്ഷെ നിങ്ങളുടെ മുന്നിൽ വന്നു നിന്ന് ഒരാൾ കരയാൻ തുടങ്ങി, അതിനി സങ്കടപ്പെട്ടിട്ടാണോ സന്തോഷം വന്നിട്ടാണോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല, ഫേക്ക് ആണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. സന്തോഷം വന്നു കഴിഞ്ഞാൽ നമ്മൾ കരയുമ്പോൾ ആദ്യം കണ്ണുനീർ തുള്ളി വരുന്നത് നമ്മുടെ വലത് കണ്ണിൽ നിന്നായിരിക്കും കേട്ടോ. അപ്പോൾ സങ്കടം വരുമ്പോൾ ഓഫ്കോഴ്സ് ഇടത് കണ്ണിൽ നിന്നായിരിക്കുമല്ലോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. സന്തോഷവും വലത് കണ്ണും, അപ്പോഴാണ് സന്തോഷം വരുമ്പോഴാണ് വലത് കണ്ണിൽ നിന്ന് നമുക്ക് കണ്ണുനീര് ആദ്യം വരുന്നത് കേട്ടോ. അതുപോലെ വളരെ വേഗത്തിൽ ചിന്തിക്കുന്നവരും അതുപോലെ വളരെ മെല്ലെ എഴുതുന്നവരും അത്യാവശ്യം സ്മാർട്ട് ആയിട്ടുള്ള വ്യക്തികളായിരിക്കും എന്നാണ് പറയുന്നത്. വളരെ ജനറൽ ആയിട്ട് നോക്കുമ്പോൾ കേട്ടോ, എല്ലാവരും എന്നല്ല, വളരെ ജനറൽ ആയിട്ട് നോക്കുമ്പോൾ പെട്ടെന്ന് ചിന്തിക്കും, മെല്ലെ എഴുതും, അവർ സ്മാർട്ടായിരിക്കും. പക്ഷേ കുറച്ചും വേഗത്തിൽ സംസാരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അവർ നമ്മളിൽ നിന്ന് എന്തൊക്കെയോ ഹൈഡ് ചെയ്യുന്നുണ്ട്, കുറച്ച് രഹസ്യങ്ങളൊക്കെ സൂക്ഷിക്കുന്ന കൂട്ടരാണ് അവരെന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. അതുപോലെ നമ്മളൊക്കെ കള്ളം പറയുന്നവരാണല്ലേ, സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ അത്യാവശ്യം കള്ളം പറയുന്നവരൊക്കെ തന്നെയാണ്. അപ്പോൾ ഒരു ദിവസം ഒരു വ്യക്തി എത്ര കള്ളം പറയുന്നു എന്നറിയോ? 4 കള്ളമെങ്കിലും പറയുന്നതാണ് പറയുന്നത്. ഓക്കെ, അതിൽ ഏറ്റവും കൂടുതൽ കള്ളം പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നീ ഓക്കെ ആണോ ചോദിക്കില്ലേ, അപ്പോൾ ഞാൻ ഓക്കെ ആണ്, ഞാൻ ഫൈൻ ആണ് എന്നൊക്കെ പറയുന്ന കള്ളങ്ങളാണ് ഏറ്റവും കൂടുതൽ എന്നാണ് പറയുന്നത്. നമ്മൾ ഓക്കെ ആണ്, നമ്മൾ ഫൈൻ എന്നൊക്കെ പറയില്ലേ, അതാണ് ഏറ്റവും കൂടുതൽ നമ്മൾ പറയുന്ന കള്ളം. ഒരു ദിവസം 4 കള്ളം. ഓക്കെ.